ഓം ശ്രീ ആഞ്ജനേയ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് അടുത്ത ഒരാഴ്ചത്തെ 27 നക്ഷത്രക്കാരുടെ വാരഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലം. 2025 നവംബർ 2 തീയതി മുതൽ നവംബർ 8 വരെയുള്ള ഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. എൻ്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വാരഫല വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ് ഞാൻ പറയാൻ പോകുന്നത്. മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള ചെറിയ തോതിലുള്ള തടസ്സം ഈ ഒരു വാരം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഔദ്യോഗികപരമായിട്ട് ഓഫീസിൽ ഉണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ, അങ്ങനെ ഉണ്ടാകുന്ന വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യതകളൊക്കെ ഈ ഒരു വാരം മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, അത് നിയന്ത്രിച്ച് മുൻപോട്ട് പോവുക. അല്ലാതെ നോക്കുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ടും ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അങ്ങനെയുള്ള ഓവറായിട്ടുള്ള യാത്രാക്ലേശം, അങ്ങനെയുള്ള ടെൻഷൻസ്, ആരോഗ്യപരമായിട്ട് കുറച്ച് അങ്ങനെയുള്ള മനോക്ലേശം പോലുള്ള കാര്യങ്ങൾ, ഓവറായിട്ടുള്ള ഫ്രസ്ട്രേഷൻ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും, അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ അനുകൂലമായിരിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ ഒരു വാരം അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള ഒരു വാരമാകും. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ വളരെ നല്ല ഒരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ഒരു വാരം വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്കും, കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക്, അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള നല്ല രീതിയിലുള്ള വിഘ്നേശ്വര പ്രീതി ഉള്ള നല്ല ഒരു സമയമാണ്. തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ല ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വീട് പണിയുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും അങ്ങനെയുള്ള ഫിനാൻസ് കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്യാനും വളരെ നല്ല ഒരു സമയമായിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു വാരം വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂർ നക്ഷത്രക്കാരായ കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രാൻസ്ഫർ റിക്വസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ കൊടുത്തവർക്ക് അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ യാത്രാ ക്ലേശങ്ങൾ ഇടവക്കൂർ നക്ഷത്രക്കാർക്കും കാണിക്കുന്നതാണ്. ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ, അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഓവറായിട്ടുള്ള യാത്രാ ക്ലേശം കാരണം കുടുംബത്ത് ചെറിയ അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ദമ്പതികൾക്കിടയിൽ കാണുന്നുണ്ട്. ആരോഗ്യപരമായി തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സംസാര നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അതുകൊണ്ട് സംസാരം ആ ഒരു മിതത്വ ഭാവത്തിൽ സംസാരിച്ച് മുൻപോട്ട് പോവുക. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള സമയമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ഫിനാൻസ് മേഖലകളിലും ഫിനാൻസ് കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ പുതിയതായിട്ട് കസ്റ്റമേഴ്സിനെ കിട്ടാനുള്ള ഭാഗ്യം, അതുനിമിത്തം ബിസിനസ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഫ്ലറിഷിങ്, അതായത് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ദൈവാധീനമുള്ള ഒരു സമയമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. ശത്രു തടസ്സം ചെറിയ തോതിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. കാരണം നല്ല രീതിയിലുള്ള സരസ്വതി ദേവി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന വാരമാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക്. അടുത്തത് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ
അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുന കൂർ നക്ഷത്രക്കാരായ മകൈരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. പുറത്തു നിന്നുള്ള ഭക്ഷണം നിയന്ത്രിക്കുക, പരിചയമില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് ഒന്ന് നിയന്ത്രിക്കുക. അതുപോലെ തന്നെ കാൽമുട്ടിന് ഉണ്ടാകുന്ന അസ്വസ്ഥത, നയന സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ചൊവ്വാഴ്ച വരെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോലിയിൽ നിലവിൽ ചെറിയ തോതിലുള്ള അങ്ങനെയുള്ള ക്ലേശങ്ങൾ, ടെൻഷൻസ്, കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. IT മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരം. വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമാകും. അങ്ങനെ ഫിനാൻസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പണം കടം കൊടുക്കുന്നത്, അങ്ങനെയുള്ള ധനപരമായിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ, അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഉചിതമായിട്ടുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള തടസ്സം, അങ്ങനെയുള്ള മടി, അലസത ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ദിവസവും സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിഘ്നേശ്വര മന്ത്രങ്ങൾ ജപിക്കാം. അതുപോലെ തന്നെ കുടുംബ ദേവിയെ പ്രാർത്ഥിക്കുന്നതും അത്യാവശ്യമാണ്. അങ്ങനെയുള്ള തടസ്സങ്ങൾ, കാര്യങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ്. അടുത്തത് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി അങ്ങനെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ഉചിതമായിട്ടുള്ള ഒരു വാരമാവും. അങ്ങനെയുള്ള പ്ലാനിങ് കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ, അത് സക്സസ് ആകാൻ പറ്റിയ ഒരു വാരമായിട്ടാണ് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ല ഒരു വാരമാകും. പക്ഷെ തടസ്സം, ഭാഗ്യപരമായിട്ടുള്ള തടസ്സം ചെറിയ തോതിൽ ഉണ്ടാകാനുള്ള സാധ്യത ജോലി അന്വേഷിക്കുന്നവർക്ക് കാണിക്കുന്നതായിരിക്കും. ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. അങ്ങനെയുള്ള ജോബ് റിലേറ്റഡ് കാര്യങ്ങൾ, അങ്ങനെ ടെൻഷൻസ് കാര്യങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ല ഒരു വാരമാകും. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കർക്കിടകൂർ നക്ഷത്രക്കാർക്ക് ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നവർക്കും അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഈ ഒരു വാരം വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ധനപരമായിട്ട് കടം കൊടുക്കുന്നത്, അങ്ങനെയുള്ള പണം ഇടപാടുകൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോവുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ പിതാവിന് ചെറിയ തോതിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, കാരണം വിചാരിച്ച കാര്യങ്ങൾ ആ ഒരു കറക്റ്റ് സീക്വൻസിൽ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു വാരം കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി നല്ല രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടാനുള്ള ഒരു ഭാഗ്യവും ഈ ഒരു വാരം കാണിക്കുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂർ നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. പഠന സംബന്ധമായിട്ട് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ നല്ല ഒരു വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. പക്ഷേ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന്, അങ്ങനെയുള്ള ധനപരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു വാരം അത്ര അനുകൂലമായിട്ടുള്ള സമയമാകില്ല. നല്ല രീതിയിൽ ഡീപ്പായിട്ട് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുക. ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, നിങ്ങളുടെ പ്ലാനിങ്ങിലുള്ള എടുത്തുചാട്ടം കാരണം ചിലപ്പോൾ ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്ന പൊതുവായിട്ടുള്ള നക്ഷത്രഫലമാണ്.
100% ഇത് എല്ലാവർക്കും വർക്കൗട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. കാരണം നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ദശാസന്ധിയുടെ അടിസ്ഥാനത്തിലും ഇതിന് തീർച്ചയായിട്ടും ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നതാണ്. ഇത് പൊതുവായിട്ടുള്ള ഒരു നക്ഷത്രഫലമാണ്. അങ്ങനെ നിങ്ങൾക്ക് പേഴ്സണലി കവടി പ്രശ്നത്തിലൂടെ അങ്ങനെ ആസ്ട്രോളജി റിലേറ്റഡ് അങ്ങനെ സൊല്യൂഷൻ കാണാൻ അങ്ങനെ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പറിൽ അങ്ങനെ കവടി പ്രശ്നത്തിനുള്ള സൗകര്യം ഉള്ളതാണ്, അപ്പോയിൻമെന്റ്സ് ഉള്ളതാണ്. അപ്പം ഞാൻ ഡേറ്റും ടൈമും തീർച്ചയായിട്ടും അലോക്കേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പം വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക്, ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാവും. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവര് ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നല്ല സമയമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയം. അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ച വരെ ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. കുടുംബത്ത് പിതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്കും ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നടു സംബന്ധമായ അതുപോലെ കാൽമുട്ടിനുള്ള അസ്വസ്ഥതകൾ അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂർ നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരം. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല വാരമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ തടസ്സം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഭാഗ്യപരമായിട്ടുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദിവസവും മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള തടസ്സം മാറ്റിയെടുക്കാൻ സഹായകരമാകും കന്നിക്കൂർ നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ വിഘ്നേശ്വര പ്രീതി നേടി മുൻപോട്ട് പോവുക, അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ചെറിയ രീതിയിലുള്ള മടി ഉണ്ടാകാനുള്ള സാധ്യതയും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കന്നിക്കൂർ നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അടുത്തതായി തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂർ നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ കണ്ണിന് നയന സംബന്ധമായിട്ടും തലയ്ക്കുണ്ടാവുന്ന ചെറിയ പ്രഷർ, അത് നിമിത്തം ഉണ്ടാവുന്ന ഓവറായിട്ടുള്ള ഫ്രസ്ട്രേഷൻ, അങ്ങനെയുള്ള ദേഷ്യം വരാനുള്ള സാധ്യതകൾ കാര്യങ്ങളൊക്കെ തുലാക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ദാമ്പത്യപരമായിട്ട് അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ രീതിയിലുള്ള സൗന്ദര്യപ്പിണക്കം ഉണ്ടാകാനുള്ള സാധ്യതയും തുലാക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉമാമഹേശ്വര അർച്ചന ഉത്തമമായിരിക്കും. സന്ധ്യാവേളകളിൽ ശിവപാർവതി മന്ത്രങ്ങൾ നാമങ്ങൾ ജപിക്കുന്നതും വളരെ നല്ലതായിരിക്കും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായിട്ടുള്ള നഷ്ടം, നിങ്ങളുടെ പ്ലാനിങ് നിമിത്തം അങ്ങനെയുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത, ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാര്യങ്ങൾ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സംസാരം ആ ഒരു മിതത്വ ഭാവത്തിൽ സംസാരിച്ച് മുൻപോട്ട് പോവുക. അല്ലെങ്കിൽ അത് നിമിത്തം ചെറിയ അസ്വസ്ഥതകൾ കുടുംബത്തായാലും അതുപോലെ തന്നെ കർമ്മരംഗത്തായാലും അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും ഈ ഒരു വാരം വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വീട് പണിയുന്നവർക്ക് ഉചിതമായിട്ടുള്ള സമയമാണ്. വളരെ അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ചകളിൽ അങ്ങനെ തടസ്സങ്ങൾ നേരിട്ടവർക്ക് ഈ ആഴ്ച അങ്ങനത്തെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി നിൽക്കുന്ന നല്ല ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന തുലാക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഒരു വാരമാകും. അടുത്തത് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂർ നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാകും. അതുകൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ശത്രു തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്നതും
ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള ദൈവാധീനമുള്ള നല്ലൊരു വാരം. വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, പ്രത്യേകിച്ച് പണം കടം കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ധനനഷ്ടം പണം കടം കൊടുക്കുന്നത് വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷനും അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരും ബിസിനസ് റിലേറ്റഡ് അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നവർക്കും ഉചിതമായിട്ടുള്ള സമയമാണ്. ആ ഒരു വെൽ പ്ലാനിങ്ങോട് കൂടി പോവുകയാണെങ്കിലും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് ഒരു വെറ്റിലമാല സമർപ്പിക്കുക കൂടിയാണെങ്കിൽ പൂർണ്ണമായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യപരമായി തൃപ്തികരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് വൃശ്ചികക്കൂർ നക്ഷത്രക്കാർക്ക് കവടി പ്രശ്നത്തിൽ കണ്ടത്. അടുത്തത് ധനു കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂർ നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് IT മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള ചെറിയ തോതിലുള്ള നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം ഈ വാരം, അടുത്ത വാരത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്കായിട്ട് വിസ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് ഈ ഒരു വാരം തുടക്കത്തിലെ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ബുധനാഴ്ചയോടുകൂടി ആ തടസ്സങ്ങളെല്ലാം മാറുന്നതായിരിക്കും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ഔദ്യോഗികപരമായിട്ട് സംസാര നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത, അങ്ങനെയുള്ള ജോബ് റിലേറ്റഡ് ടെൻഷൻസ് കൂടാനുള്ള സാധ്യതയും അത് നിമിത്തം കുടുംബത്ത് ദാമ്പത്യപരമായിട്ട് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള സൗന്ദര്യ പിണക്കം കൂടി നിൽക്കാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണം ഈ ഒരു വാരം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് യാത്രാ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള, ഔദ്യോഗികപരമായിട്ടുള്ള കൂടുതൽ യാത്ര ചെയ്യാൻ ഉള്ള ആ ഒരു സാധ്യതയും കാണിക്കുന്നുണ്ട്. അത് നിമിത്തമുള്ള കൂടുതലായിട്ടുള്ള ടെൻഷൻസും അങ്ങനെയുള്ള ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം ധനുക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നിങ്ങളുടെ സംസാരം നല്ല രീതിയിൽ ഒന്ന് മിതപ്പെടുത്തി മുൻപോട്ട് പോവുക. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും. സ്റ്റുഡൻസിന്, കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ ചെറിയ സ്റ്റുഡൻസിനും ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നോക്കാം. മകരക്കൂർ നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാകും. അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഭദ്രമായിരിക്കും. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ആരോഗ്യപരമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ലൊരു വാരമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇന്ത്യയിലായാലും വിദേശത്തായാലും അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തും അതുപോലെ അതിന്റെ ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. വിദേശത്ത് ജോലിക്കായിട്ട് വിസ കാര്യങ്ങൾ പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ആളുകൾക്കും ഈ ഒരു വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കായിട്ട് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും ഉത്തമമായിരിക്കും. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂർ നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് മകരക്കൂറിൽ പറഞ്ഞ പോലെ തന്നെ ഹനുമാൻ സ്വാമി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാകും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും. ഞാൻ
കവടി പ്രശ്നത്തിൽ ഞാൻ ആൾറെഡി ഈ മാസം തുടങ്ങിയപ്പോൾ തന്നെ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസം തന്നെയാകും. അപ്പം ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശത്തായിട്ട് അങ്ങനെ ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ നല്ല ദൈവാധീനമുള്ള സമയമാകും. വിഘ്നേശ്വര പ്രീതി നല്ല രീതിയിലുള്ള ഒരു വാരം കൂടിയാണ്. അതുകൊണ്ട് തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് പണം കടം കൊടുക്കുന്നത് വഴി ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കുംഭക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട് ഈ ഒരു വാരം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും. സ്റ്റുഡൻസിന് അനുകൂലമായിട്ടുള്ള വാരമാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും നല്ല ദൈവാധീനമുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ്, ബിസിനസ് റിലേറ്റഡ് അങ്ങനെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നവർക്കും, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും, ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കും നല്ല ദൈവാധീനമുള്ള നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂർ നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്തരട്ടാതി, രേവതി നക്ഷത്രം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓവറായിട്ടുള്ള ടെൻഷൻസ് നിമിത്തം അങ്ങനെ ഉള്ള തലവേദന, നടുവിന് അസ്വസ്ഥത, ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ സംസാര നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. സംസാരം ഒരു മിതത്വ ഭാവത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുക. അതുപോലെ കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥത, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള സൗന്ദര്യ പിണക്കം പോലുള്ള ചെറിയ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഈ ഒരു വാരം. ആരോഗ്യപരമായി പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും. ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും, അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള ഒരു വാരമാണ്. ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്കൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു വാരം ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ മാതാവിന് ആരോഗ്യപരമായിട്ട് ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. എൻ്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള അങ്ങനെയുള്ള ഓൺലൈൻ കൺസൾട്ടിങ്, അതായത് പിന്നെ കവടി പ്രശ്നത്തിലൂടെ അങ്ങനെ ജീവിത പരിഹാരങ്ങൾക്ക് കവടി പ്രശ്നത്തിലൂടെ അങ്ങനെ കൺസൾട്ടിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. ഒരു കാര്യം കൂടി, എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഇത് തികച്ചും സൗജന്യപരമാണ്. അങ്ങനെ ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനില്ല. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.